അപ്പോൾ ബായോ ഒരു സാധനം ഉണ്ടാക്കണേ കാണിച്ചു തരാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സോയാബീൻ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം സോയാബീനും നന്നായി വേവിച്ചെടുത്തിട്ട് അതിൻ്റെ വെള്ളം ഫുള്ള് പിഴിഞ്ഞ് മാറ്റി വെക്കുക. പിന്നെ അതിക്ക് ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല കുറച്ചിട്ടാൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാലും മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് പൊരിച്ചെടുക്കുക. പൊരിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഉള്ളി കനം കുറച്ചരിഞ്ഞിട്ട് അത് നന്നായി വാട്ടിയെടുക്കുക. എന്നിട്ട് അതിൽ കറിവേപ്പിലയും കനം കുറച്ച് അരിഞ്ഞ തക്കാളി ഇട്ട് കൊടുക്കുക. പറയാനൊന്നും വയ്ക്കണില്ല, തക്കാളി ഇട്ട് കൊടുക്കുക. പിന്നെ അതിൽ പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ മുളക് പൊടി നമ്മൾ അതിലിട്ടതുകൊണ്ട് ഇതിൽ കുറച്ച് കുരുമുളക് പൊടി ഇടുക. പിന്നെ അത്യാവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നമ്മൾ പൊരിച്ച് വെച്ച സോയാബീൻ ഇതിലിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് വെള്ളം, ആ ഒരു പൊരിച്ച് വെച്ചതിൻ്റെ വെള്ളമാണത്, അത് വെള്ളം പാടിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഞാനപ്പോൾ അതിന് പൊറാട്ടൻ്റെ അപ്പം കഴിക്കണം. ഏതിൻ്റെ അപ്പം വേണമെങ്കിലും കഴിക്കാം, ചപ്പാത്തിൻ്റെ അപ്പോ നൂൽപുട്ടിൻ്റെ അപ്പോ പുട്ടിൻ്റെ അപ്പോ എന്തിൻ്റെ അപ്പം വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.